ഓക്കെ, ഇപ്പോൾ നമ്മളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്നില്ല. ഈ ഒരു ക്യാമറയും ഈ ഒരു ലെൻസും കൂടെ, അതായത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം വില വരുന്ന ഐറ്റംസ് മൊത്തം നിങ്ങൾക്ക് 90,000 രൂപയ്ക്ക് വരാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി ഒരു ലെൻസും 200-500 VR ലെൻസ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ടു 6 മീറ്ററിനകത്ത് നമുക്ക് ദൂരെ ഉള്ളത് മാത്രം ഫോക്കസ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫുൾ ടൈം ഓടി ടൈം പോകാതിരിക്കാൻ വേണ്ടി ഇതൊരു ഫുള്ളും പാർഷ്യലി ഒരു കൺട്രോൾ ഉണ്ട്. ഇതിനകത്ത് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി ടു 6 മീറ്റർ മാത്രമേ റൊട്ടേറ്റ് ചെയ്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് ബേർഡ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് വ്യൂവിലുള്ള ഏത് വൈൽഡ് ലൈഫ് എന്താണെങ്കിലും നമുക്ക് ഷോർട്ട് ടൈമിൽ ഫോക്കസ് ആവും. പിന്നെ അതിനകത്ത് VR-ൻ്റെ തന്നെ ഓൺ ഓഫ് ഉണ്ട്, ഓൺ ഉണ്ട്. അത് നമുക്ക് VR ഓഫ് ചെയ്യാൻ വേണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നോർമൽ ആൻഡ് സ്പോട്ട് എന്ന് പറയുന്ന VR-ൻ്റെ തന്നെ അഡ്വാൻസ് മോഡും ഉണ്ട്, അതുപോലെ നോർമൽ മോഡും ഉണ്ട്. ആ സ്പോട്ടർ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ റിഡക്ഷൻ ഇത് നമുക്ക് കിട്ടും. പിന്നെ ED ലെൻസാണ് ഈ സാധനം. നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാം. എക്സ്ട്രാ ലോ ഡിസ്പ്ലേഷൻ എന്ന് പറയുന്ന, അതായത് സൈഡ് എഡ്ജസ് ഇറക്കാൻ പക്ക ഷാർപ്പാകുന്ന ഒരു കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ലെൻസിനാണ് ED ലെൻസ്. നിക്കോൺ ആദ്യം ഇറക്കിയത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഈ ED ലെൻസ് ഇറക്കിയത്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ക്യാമറയുടെ പ്രത്യേകത D750 ക്യാമറയാണ്. ഇതിന് ഈ മിറർ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാ ക്യാമറയ്ക്കൊന്നും ഇല്ല, നിക്കോണിൻ്റെ കൂടിയ ക്യാമറയ്ക്കേ ഉള്ളൂ. ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഈ മിറർ അപ്പ് ഇട്ട് കഴിഞ്ഞാൽ മിറർ ആദ്യം നമ്മുടെ സ്പോട്ടിൽ ഒരു എന്തെങ്കിലും